A+2 സ്വാഗതം. ഈ ബിൽഡിംഗ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. പെർമിറ്റിന് അപേക്ഷിക്കും. പെർമിറ്റിന് പല തരത്തിലുള്ള തടസ്സവാദങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്കെതിരെ ഉയർത്തും. പലപ്പോഴും പെർമിറ്റ് സമയത്തിന് കിട്ടുകയില്ല. നല്ല രീതിയിൽ കൈക്കൂലി കൊടുക്കേണ്ടി വരും. ഇതെല്ലാം വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെതിരെയുള്ള പരാതികളാണ്. ഈ പരാതികൾ എല്ലാ കാലത്തും നിലനിന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴിയുള്ള അപേക്ഷ കൊടുക്കലും മറ്റുമൊക്കെ സർക്കാർ പലപ്പോഴും അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൈക്കൂലിക്കാരെ ഒന്നും ഇതുവരെ പൂർണ്ണമായും ഒന്ന് അമർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിലെല്ലാ സർക്കാരുകളും പരാജയമാണ്. ഇടതുപക്ഷ സർക്കാരെങ്കിലും ശക്തമായ രീതിയിൽ ഇത്തരം അഴിമതിക്കാർക്കെതിരെ നീങ്ങും എന്നൊക്കെയായിരുന്നു നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ കഷ്ടാൽ കഷ്ടം എന്ന് പറയാം, ഈ സർക്കാരും തദൈവ തന്നെയാണ്. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ എവർക്കും കഴിയുന്നില്ല. 1% കൈക്കൂലി പോലും അഴിമതി പോലും ഇല്ലാതാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. മുമ്പ് ഏറ്റവും മിടുക്കനായ ഒരു വിജിലൻസ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ആ ഡയറക്ടർ ഒരു കാരണവും, പ്രധാനപ്പെട്ട കാരണമൊന്നും നമുക്കറിയില്ല, പക്ഷേ പൊളിറ്റിക്കൽ റീസൺസിൻ്റെ പേരിലാകാം, അതല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാകാം, ആ മനുഷ്യരെയും നീക്കം ചെയ്തു. ഈ ഗവൺമെൻറ് വെച്ച വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ പിന്നീട് വിവരിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, നിങ്ങൾ പെർമിറ്റിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നുള്ളതാണ് ഈ സർക്കാരിൽ തന്നെ പുറത്തിറക്കിയിട്ടുള്ള ബിൽഡിംഗ് റൂൾസിനകത്ത് വ്യക്തമായും പറഞ്ഞിട്ടുള്ളത്. 15 ദിവസം. അത് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷ പ്രകാരം പെർമിറ്റ് അംഗീകരിച്ച് തരണം, അല്ല എങ്കിൽ അത് ചട്ടവിരുദ്ധമാണെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ അത് പരിഗണിക്കാൻ കഴിയില്ലെങ്കിൽ അത് നിരസിച്ചു കൊണ്ടുള്ള ഉത്തരവ് നിങ്ങൾക്ക് തരണം. ഓർക്കണം, ഒരു ബിൽഡിംഗ് പെർമിറ്റിന് നമ്മൾ അപേക്ഷ കൊടുത്താൽ ഒന്നുകിൽ അത് അംഗീകരിച്ചു കൊണ്ട് ഉത്തരവ് നമുക്ക് തരണം, അല്ലെങ്കിൽ അത് നിരസിച്ചു കൊണ്ടുള്ള ഉത്തരവ് തരണം. റിജക്റ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഉത്തരവ് കിട്ടാൻ നമുക്ക് അർഹതയുണ്ട്. 15 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അപേക്ഷ കൊടുത്ത് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് തരണം. അത് രേഖാമൂലം തന്നെയാണ് നമുക്ക് തരാനുള്ളത്, അല്ലാതെ വാക്കാൽ പറയുകയല്ല. നമുക്ക് പെർമിറ്റ് തരണം. അനുവദിക്കുകയാണെങ്കിൽ പെർമിറ്റും അതിനോടൊപ്പമുള്ള ബന്ധപ്പെട്ട പ്ലാനും സീൽ ചെയ്ത് അപ്രൂവ്ഡ് സീലടിച്ച് നമുക്ക് തരണം, ഒപ്പിട്ട് നമുക്ക് തരണമെന്നുള്ളതാണ്. ഇങ്ങനെ തന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15 ദിവസം നമ്മൾ കൊടുത്തതൊക്കെ കറക്റ്റാണ്, നമുക്ക് ഉറപ്പുണ്ട്, KMBR പ്രകാരമാണ്, ലൈസൻസ് അത് ഉറപ്പ് തരുന്നു, ലൈസൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്ത് നമുക്ക് തന്നില്ലെങ്കിൽ, 15 ദിവസത്തിനുള്ളിൽ നമുക്ക് തന്നില്ലെങ്കിൽ, നമ്മൾ ഒരു അപേക്ഷ കൗൺസിലിലേക്ക് കൊടുക്കാം. കൗൺസിൽ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലാണെങ്കിൽ കൗൺസിലും, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിക്കും നമുക്ക് കൊടുക്കാം. ഇത് അവിടുത്തെ ഭരണസമിതിയാണ് കേട്ടോ. ലോക്കൽ ബോഡികളിൽ ഭരണസമിതിയുമുണ്ട്, അതുപോലെ എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട്. സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ഒഫീഷ്യൽസാണ്. മറ്റേത് ഭരണസമിതിയാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലേഴ്സും എല്ലാം ഉൾപ്പെടുന്നതാണ് ഭരണസമിതി പഞ്ചായത്ത്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അദ്ദേഹമാണ് ഭരണ തലവൻ എന്ന് പറയുന്നത്. അദ്ദേഹവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലേഴ്സും അടങ്ങുന്നതാണ്. കോർപ്പറേഷൻ ആണെങ്കിൽ ഭരണത്തലവൻ എന്ന് പറയുന്നത് മേയറാണ്, പിന്നെ ഡെപ്യൂട്ടി മേയർ ഉണ്ടാകും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ടാകും, അതുപോലെ കൗൺസിലേഴ്സും ഉണ്ടാകും. പഞ്ചായത്തിലെയും പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ എന്നാണ് പറയുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൗൺസിലിലേക്ക് നമുക്ക് രേഖാമൂലം ഒരു അപേക്ഷ കൊടുക്കാം. വെള്ള പേപ്പറിൽ നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ അപേക്ഷ എന്ന് കൊടുത്തു എന്ന് കാണിച്ചുകൊണ്ടും നാളിതുവരെ അതിൽ ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരവും കാണിച്ചുകൊണ്ട് കൗൺസിൽ ഈ അപേക്ഷ പരിഗണിച്ച് ഞാൻ കൊടുത്ത പെർമിറ്റിൽ മേൽ ഒരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതിന് പറയുന്നത് കൗൺസിലിലേക്ക് റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. കൗൺസിലിലേക്ക് നമ്മുടെ വിഷയം റെഫർ ചെയ്യുന്നു, അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതാണ് റെഫർ ചെയ്യുക എന്ന് വെക്കുന്നത്. നമ്മൾ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരുന്നു.
അവരും ഇങ്ങനെ ഒരു അപേക്ഷ നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. യെസ് ഓർ നോ. ഒന്നുകിൽ നിങ്ങളെ പെർമിറ്റ് അനുവദിക്കാൻ സെക്രട്ടറി കാലതാമസം വരുത്തുന്നു, ഇല്ലെങ്കിൽ അത് തരേണ്ട മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ കാലതാമസം വരുത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത് അനുവദിക്കുന്നു, ഇല്ലെങ്കിൽ ഇത് നിരസിക്കുന്നു. രണ്ടിലേതെങ്കിലും ഒരു തീരുമാനം 30 ദിവസത്തിനുള്ളിൽ അവർ എടുക്കണം. അങ്ങനെ എടുത്ത് നിങ്ങളെ അറിയിക്കുമെങ്കിൽ, രേഖാമൂലം തന്നെ നിങ്ങളെ അറിയിക്കും. അങ്ങനെ ആണെങ്കിൽ അറിയിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ് ഇനി പറയുന്നത്. അറിയിക്കുമെങ്കിൽ രേഖാമൂലം തരും. 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കൗൺസിലും അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയും ഒന്നും നിങ്ങൾ അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന പ്ലാൻ പ്രകാരം തന്നെ നിങ്ങൾക്ക് നിർമ്മാണം തുടങ്ങാം, കൺസ്ട്രക്ഷൻ തുടങ്ങാം. അതിൽ ഒരു ലംഘനവും ഉണ്ടാകരുത്. നിങ്ങൾ കൊടുത്ത ബിൽഡിംഗ് പ്ലാനിൽ നിന്നും വ്യതിചലിക്കാതെ, അത് ബിൽഡിംഗ് റൂൾസ് കംപ്ലൈ ചെയ്യുന്ന പ്ലാൻ ആയിരിക്കണം നിങ്ങൾ കൊടുത്തിരിക്കാൻ. ചട്ടലംഘനമുള്ള പ്ലാനൊന്നും കൊടുത്തിട്ട് അതുപോലെ അങ്ങ് നിർമ്മിച്ച് കളയരുത്, പിന്നെ പൊളിക്കേണ്ടി വരും. അപ്പോൾ ചട്ടത്തിന് അനുസൃതമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾ പണി തുടങ്ങാം, ആരംഭിക്കാം. അത് എങ്ങനെയാണ്? അത് ഇനി ഞാൻ പറയുന്ന തരത്തിലാണ്. അതായത് നിർമ്മാണം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു അപേക്ഷ എഴുതണം. അതെന്ന് പറഞ്ഞ ഒരു നോട്ടീസ് ലോക്കൽ ബോഡിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. 45 ദിവസം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 15 ദിവസം സെക്രട്ടറിക്ക് നമ്മൾ പ്ലാനും പെർമിറ്റും അനുവദിച്ചു തരുന്നതിന് വേണ്ടിയുള്ള സമയം. അത് കഴിഞ്ഞ് 30 ദിവസം കൗൺസിലേക്ക് നമ്മൾ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 30 ദിവസം കൗൺസിലിൻ്റെ തീരുമാനമെടുക്കാനുള്ളതാണ്. അപ്പോൾ 30ഉം 15ഉം 45 ദിവസം. ഈ 45 ദിവസത്തിനുള്ളിൽ ഈ 2 ഫോറങ്ങളിൽ നിന്നും, ഒന്ന് പഞ്ചായത്ത് കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിൽ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി, ഇവരിൽ നിന്നൊന്നും ഒരു മറുപടിയും കിട്ടുന്നില്ല. യെസ്സും കിട്ടുന്നില്ല, നോയും കിട്ടുന്നില്ല. നമ്മുടെ അപേക്ഷ നിരസിക്കുന്നുമില്ല, അവർ അംഗീകരിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടപ്രകാരം നമ്മളെ നിർമ്മാണം ആരംഭിക്കുന്നു. ഏത് തീയതി മുതൽ ആരംഭിക്കും എന്നും കൂടി കാണിച്ചുകൊണ്ട് നിങ്ങൾ സെക്രട്ടറിക്ക് വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ കൊടുക്കണം. ഇങ്ങനെ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കൂടി കൊണ്ടുപോകണം. ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ സെക്രട്ടറി അല്ലെങ്കിൽ ഈ അപേക്ഷ സ്വീകരിക്കുന്ന ഫ്രണ്ട് ഓഫീസ് അവർ സീല് വെച്ച് ഒപ്പുവെച്ച് നിങ്ങൾക്ക് ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തരും. ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഒറിജിനൽ കോപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിനെ ഡീംഡ് പെർമിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡീംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പിതമായ ഉത്തരവ്. അതായത് നിങ്ങളുടെ പ്ലാൻ കൊടുത്തിട്ട് അത് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ കൗൺസിലേക്ക് റെഫർ ചെയ്തു, കൗൺസിലും നിങ്ങൾക്കൊരു തീരുമാനം തന്നില്ല. അങ്ങനെ തരാത്തത് കൊണ്ട് നിങ്ങൾ സെക്രട്ടറിക്ക് ഞാൻ പണി തുടങ്ങുകയാണെന്ന് കാണിച്ചുകൊണ്ടൊരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കുന്നു. അത് അക്നോളജ് ചെയ്യുന്ന പേപ്പറാണ് കേട്ടോ, അത് അംഗീകരിച്ച് തരുന്ന പത്രമൊന്നുമല്ല. അത് നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷ അക്നോളജ് ചെയ്യും. അക്നോളജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഫോട്ടോസ്റ്റാറ്റ്, നിങ്ങളുടെ അപേക്ഷയുടെ ഫോട്ടോസ്റ്റാറ്റിൽ സീൽ വെക്കുന്നു, ഡേറ്റ് വെക്കുന്നു, ഒപ്പിടുന്നു. അത് ഫ്രണ്ട് ഓഫീസിലുള്ളവർ സ്വീകരിച്ചാലും മതി, നേരിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ കിട്ടിയാലും മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതും നിങ്ങളുടെ കൈവശമുള്ള ഈ കൊടുക്കുന്ന ഒറിജിനൽ പെറ്റീഷനും പിന്നെ നിങ്ങൾ കൊടുത്ത പെർമിറ്റും എല്ലാം കൂടി ഒന്ന് ടാഗ് ചെയ്ത് നിങ്ങൾ വെക്കുക. അത് തന്നെയാണ് ഡീംഡ് പെർമിറ്റ്, കൽപ്പിതമായ പെർമിറ്റ്. അങ്ങനെ ഒരു പെർമിറ്റ് നിങ്ങൾ സ്വയം ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും ഒരു പെർമിറ്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിക്കുന്ന തീയതിയിലോ അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിച്ച് കഴിഞ്ഞിട്ടോ നിർമ്മാണം തുടരുന്ന വേളയിലോ അത് പെർമിറ്റായി തന്നെ നിങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് റൂളിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂക്കൊന്നും ചെത്തുകയല്ല, മറിച്ച് അത് KMBR വിധേയമായിരിക്കണം. അത് നിങ്ങൾ ഓർക്കുക. KMBR വിധേയമാണെങ്കിൽ മാത്രമേ ആ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് പറയുന്ന ഇതാണ്, സച്ച് എക്സിക്യൂഷൻ ഓഫ് വർക്ക് ഷാൾ ബി കൺസിഡേർഡ് ആസ് duly permitted and not on for regularization and permit shall be issued.
ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണം അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയൊന്നും ആവരുത്. മറിച്ച് നിങ്ങൾ KMBRO ഇല്ലെങ്കിൽ KPBRO, കെട്ടിട നിർമ്മാണ ചട്ടം 2 ഉണ്ട്. മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഒന്നാണ്, പഞ്ചായത്തിന് വേറൊന്നാണ്. ഇത് പ്രകാരമുള്ള ചട്ടലംഘനമൊന്നുമില്ല. ആവശ്യമായ ഓപ്പൺ സ്പേസൊക്കെ നിങ്ങൾ വിട്ടിട്ടുണ്ട്, റിക്വയർമെൻറ്റ്സ് എല്ലാം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ഗെറ്റിംഗ് ദ ഡീംഡ് പെർമിഷൻ എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായി അത് കിട്ടി എന്ന് തന്നെയാണ് നിങ്ങൾക്ക് കരുതി തുടർ നടപടികൾ സ്വീകരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രോസസ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. 45 days വെയിറ്റ് ചെയ്തിട്ടേ നിങ്ങൾ ഡീംഡ് പെർമിറ്റിന് വേണ്ടിയുള്ള ഈ പെറ്റീഷൻസ് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയല്ലോ? പെർമിറ്റ് സമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും കരഞ്ഞ് നിലവിളിച്ചൊന്നും നടക്കണ്ട. ധൈര്യം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. മറിച്ച് അയ്യോ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവില്ലേ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ലേ എന്നെല്ലാം കരുതി നമ്മളൊക്കെ വെറുതെ തലയും ചൊറിഞ്ഞ് നടക്കേണ്ട ആളുകളൊന്നും അല്ല നിങ്ങൾ. അപ്പോൾ പബ്ലിക് എന്ന് പറയുന്നത് കാര്യങ്ങൾ അറിയുന്ന ആളുകളായിരിക്കണം. നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും നിങ്ങളെ ദ്രോഹിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഓർമ്മിപ്പിക്കുന്നു, ബിൽഡിംഗ് റൂൾ വയലേഷൻ ഉണ്ടാവരുത്. കൃത്യമായ ബിൽഡിംഗ് റൂൾ ആയിരിക്കണം. നിങ്ങൾ അത് കംപ്ലൈ ചെയ്തുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ ഉള്ളത് എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കെട്ടിട നമ്പർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കെട്ടിട നമ്പർ ലഭിക്കുന്നതിനോടൊപ്പം അസസ്മെൻറ്റ് നടക്കും. പ്രോപ്പർട്ടി ടാക്സ് അസസ്മെൻറ്റ്, അതായത് വീടിൻ്റെ കെട്ടിടത്തിൻ്റെ നികുതി നിശ്ചയിക്കൽ നടക്കും. വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ നികുതി നിശ്ചയിക്കൽ, വീട്ടുകരം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ്, വസ്തുനികുതി എന്നാണ് പറയുന്നത് കേട്ടോ. അതിനെ ലോക്കൽ ബോഡികളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.